ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി നെല്ലിക്ക അച്ചാറാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ആ നെല്ലിക്കയുടെ കവർപ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി നെല്ലിക്ക അച്ചാറാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് ബിരിയാണി, അതുപോലെ തന്നെ നെയ്ച്ചോറ്, സാദാ ചോറ്, കഞ്ഞി എന്തിൻ്റെ ഒപ്പവും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ അതിനായിട്ട് 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ നെല്ലിക്കയുടെ ഈ എല്ലാ ഭാഗത്തും ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഈ ഒരു വര കാണുന്ന ഭാഗമില്ലേ, ആ ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ നെല്ലിക്ക സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്, അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഞാൻ 1/2 കിലോനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 1.5 കപ്പോളം വെള്ളം ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെള്ളം ഒന്ന് തിളക്കണം. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളത്തിലാണ് നമ്മൾ ഈ നെല്ലിക്ക തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പച്ചവെള്ളത്തിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കണ്ട, വെള്ളം ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നെല്ലിക്ക ഇടണം. നെല്ലിക്ക ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നെല്ലിക്ക ഉടഞ്ഞു പോകാൻ നിൽക്കരുത്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നെല്ലിക്ക നമ്മൾ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് വെന്ത് പോകാതെ നോക്കണം, അത് ശ്രദ്ധിക്കണേ. അപ്പോൾ നോക്കാം, വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 3-4 മിനിറ്റ് മാത്രം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ ആവി കയറ്റിയിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവി കയറ്റി എടുക്കുമ്പോഴാണെങ്കിലും ആ വെള്ളം ഒന്നും കളയണ്ട, നമുക്ക് അച്ചാറിലേക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ നെല്ലിക്ക തിളപ്പിച്ച വെള്ളമാണെങ്കിലും ആവിയിൽ വേവിച്ച വെള്ളമാണെങ്കിലും കളയണ്ട. കുറച്ച് വെള്ളം നമുക്ക് അച്ചാറുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഇതിൻ്റെ സത്തൊക്കെ അത്യാവശ്യം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം കളയണ്ട കേട്ടോ. അപ്പോൾ അതാ നമുക്കിതെല്ലാം ഈ വെള്ളത്തിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫാക്കിയേക്കാം കേട്ടോ. നമ്മുടെ നെല്ലിക്കയൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നെല്ലിക്ക വേവിച്ചിട്ടുള്ള ഈ വെള്ളം നമുക്ക് ഇതേപോലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കാം. ഇത് നമുക്കിനി ഇവിടെ മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു മൺചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മൺചട്ടിക്ക് പകരം ഇതിന് പകരം നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കണം, അച്ചാറല്ലേ, അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നല്ലെണ്ണ മതിയെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടി ഉപയോഗിക്കുന്നവരുണ്ട്, നല്ലെണ്ണയും ഓയിലും കൂടി ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ വെറും ഓയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. എണ്ണ ഇപ്പോൾ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം, കടുക് അത്യാവശ്യം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ പൊടിയല്ല ഞാൻ ഈ അച്ചാറിലേക്ക് ഉപയോഗിക്കുന്നത്, ഉലുവ അങ്ങനെ തന്നെയാണ്. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോൾ കടുകും ഉലുവയും നമ്മൾ അച്ചാറിൽ ചേർക്കുന്ന സമയത്ത് പൊട്ടി വരണം കേട്ടോ. പൊട്ടി വന്നിട്ടില്ലെങ്കിൽ ആ ഒരു അച്ചാറിന് കയ്പുണ്ടാവുക. അപ്പോൾ നമ്മൾ ഏത് അച്ചാർ തയ്യാറാക്കുന്ന സമയത്തും ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് അങ്ങോട്ട് കുറച്ച് കൊടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. ഉലുവയൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല, എന്നാലും കയ്പുണ്ടാവും. അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ അളവൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. നമുക്ക് എത്ര വെളുത്തുള്ളി വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു കൈപ്പിടിയോളം വരുന്ന വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം, ഇത്ര ഉള്ളൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകും, പിന്നെ അതാ കുറച്ച് കറിവേപ്പിലയും. ഒരു പച്ചമുളക് വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഒന്ന് ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക് വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് മതിയെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നോക്കാം, ലോ ഫ്ലെയിമിലാണിത് ഇരിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് പോകുവോളം ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ തന്നെ ഇട്ട് പോകരുത് കേട്ടോ. ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ഒന്ന് അടിഭാഗത്തതൊക്കെ ഒന്ന് ഇളക്കി മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് കുണ്ടുള്ള ചട്ടിയല്ലേ, പരുന്നതിനാണെങ്കിൽ എല്ലാതും ഒരേപോലെ മുത്ത് കിട്ടും. അപ്പോൾ അടിഭാഗത്ത് കിടക്കുന്നത് കുറച്ച് മുത്ത് പോകും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ നെല്ലിക്ക ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മളിത് അച്ചാറിടുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ കുരു നമുക്കിങ്ങനെ ഈസി ആയിട്ട് അടർത്തിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ അല്ലി അല്ലിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കുരുവെല്ലാം ഒന്ന് എടുക്കാം. കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ അച്ചാർ പെട്ടെന്ന് തന്നെ കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് അച്ചാറിട്ടാൽ മറ്റന്നാൾക്കൊക്കെ അച്ചാർ റെഡിയായി കിട്ടും. അപ്പോൾ അതെ ഈസി ആയിട്ട് കുരുവൊക്കെ റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കാം, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇത് മൂത്തതിൻ്റെ മണം വരുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാണ്ട് കേട്ടോ. ഇനി നമുക്ക് മൺചട്ടി ഇടക്കിടക്ക് മൺചട്ടി ആയതുകൊണ്ടെന്ന് പറയുന്നത്, മൺചട്ടി ആയാലും നല്ല ചൂടുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതെ നന്നായിട്ട് ചൂടായിട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷവും ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൺചട്ടി അങ്ങനെ തന്നെയാണല്ലോ, അതുകൊണ്ടാണ് നല്ല ചൂടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. നമ്മളിതിലേക്ക് അച്ചാർ പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. സാധാരണ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ എരിവുള്ള നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എരിവ് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ നമ്മൾ നെല്ലിക്ക വേവിച്ചിട്ടുള്ളത് കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോഴല്ല ഉപ്പ് ചേർക്കുന്നത്, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. നമ്മൾ നെല്ലിക്കയൊക്കെ ചേർത്തതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊന്ന് കമ്മിയാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഈ അരവിൻ്റെ പച്ചമണം ഒന്ന് പോകുവോളം ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്തതുകൊണ്ടാണ് ഇതിന് അത്യാവശ്യം നല്ലൊരു ചുവപ്പ് കളറ് തോന്നുന്നത്. അപ്പോൾ നോക്കാം, പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നെല്ലിക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമില്ലേ, ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നോക്കാം, നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം, നെല്ലിക്ക വേവിച്ച വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഇത് അത്യാവശ്യം ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഞാനിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സുർക്കയാണ്. സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇതിൻ്റെ പുളിക്കനുസരിച്ച് വേണമെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വിനാഗിരി തിളയ്ക്കുമ്പോൾ തന്നെ ആ വിനാഗിരിയുടെ കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ സുർക്ക ചേർത്തിട്ടും അത്യാവശ്യം നന്നായിട്ട് തിളച്ച് കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ സുർക്കയുടെ ആ പുളിയും പിന്നെ ഉപ്പൊക്കെ നോക്കി നോക്കാം. ഇതിലൊരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ
നെല്ലിക്ക നേരത്തെ നമ്മൾ വേവിച്ചിട്ട് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കുക. ഫ്ലെയിമിന് കുറച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. നിങ്ങളുടെ അടുത്ത് കട്ടക്കായമാണെങ്കിൽ ഒരല്പം എണ്ണയിലൊന്ന് എന്താ പറയുക ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിന് ഇരിക്കുന്നതനുസരിച്ച് ചൂടാറുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇത് കുറുകി വരും കേട്ടോ. നിങ്ങൾ അഥവാ അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടി അങ്ങനെയൊക്കെ ഇല്ലേ, അതിലെന്തിനേലുമാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം അതിൽ തന്നെ വെക്കരുത് കേട്ടോ. അതിൽ നിന്ന് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി. മൺചട്ടി ആകുമ്പോൾ ആ കുഴപ്പം വരുന്നില്ല. ഇരുമ്പിൻ്റെ ചട്ടിയും നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിന് എന്തായാലും നെല്ലിക്കൊക്കെ ഒരു കവർപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. ആ ടേസ്റ്റ് വരാതിരിക്കാൻ ഞാൻ ഇതിലേക്ക് നമ്മൾ നാരങ്ങ അച്ചാറിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ടേസ്റ്റാണ് അച്ചാറിന് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കിക്കോ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്താ ടേസ്റ്റ് ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അച്ചാർ നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് അപ്പോഴും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാൻ നാരങ്ങ അച്ചാർ ഇതേപോലെ ഇതിൽ കുറച്ച് വെറൈറ്റിയൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒരുപാട് നല്ല നല്ല കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി ഇത് കുറുകിക്കോളും. നന്നായിട്ട് ഇതൊന്ന് തണുക്കുന്ന സമയത്ത് കുറുകിക്കോളും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയാലും ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അച്ചാർ ഇപ്പം തന്നെ അടച്ച് വെക്കരുത് കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇത് അടച്ച് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം അതിലേക്ക് മാറ്റിയാൽ മതി ചൂടാറിയതിന് ശേഷം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നാളെയാണ് നിങ്ങളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതെങ്കിൽ ഒരു പേപ്പർ ഇട്ട് അടച്ചു വെച്ചാലും മതിയാകും കേട്ടോ. അപ്പോൾ നോക്കാം, അടുപ്പിൽ നിന്നൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് ഇരുന്ന് തിളക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നെല്ലിക്കയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ വഴിയോരത്തൊക്കെ ഇപ്പോൾ നെല്ലിക്ക നല്ലോണം സെയിൽ നടക്കുന്നുണ്ട്, നല്ലോണം കച്ചവടം നടക്കുന്നുണ്ട്. ആ സമയത്ത് വിലയ്ക്ക് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്ക ഇങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് അച്ചാറിട്ട് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഓഫീസിലൊക്കെ പോകുന്നവർക്ക് കൊണ്ടുപോകാനും പിന്നെ നമ്മുടെ നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെ ഒക്കെ ഒപ്പം സെർവ് ചെയ്യാനും ഒക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.